ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്കായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എസ് ടിക്ക് 3, എസ് ടിക്ക് 5, ഒ ബി സിക്ക് 17, അൺറിസർവ്ഡിന് 13, ഇ ഡബ്ല്യു എസിന് 9, അങ്ങനെ മുഴുവൻ 47 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു വേക്കൻസി ഫിസിക്കലി ചലഞ്ചഡ് പേഴ്സണിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ, ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് സബ്ജക്ട്സ് അറ്റ് ദ ഡിഗ്രി ലെവൽ, ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് ഹിന്ദി മീഡിയം ആൻഡ് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ, ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ഹിന്ദി ആസ് സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ. അപ്പോൾ യോഗ്യതയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ പഠിച്ചിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ചിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 2 വർഷത്തെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹിന്ദി ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു ഹിന്ദി ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്സ്, ഓർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഓർ ഓട്ടോണോമസ് ബോഡീസ്, ഓർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഓർ ഹൈ കോർട്ട്സ്. അപ്പോൾ എന്നിവിടങ്ങളിൽ 2 വർഷത്തെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പ്രായപരിധി ഇവിടെ കൊടുത്തിട്ടുള്ളത് 27 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള 2 വർഷത്തെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 29 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. SC, ST, OBC കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഫിസിക്കലി ചലഞ്ചഡ് പേഴ്സൺസിനും ഗവൺമെൻറ് എംപ്ലോയീസിനും എക്സർവീസ്മാനും ലോക്സഭ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിനും വയസ്സിന് ഇളവ് ലഭിക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തന്നെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ പാർട്ട് എ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 മാർക്ക്, പാർട്ട് ബി ജനറൽ ഇംഗ്ലീഷ്, പാർട്ട് സി ജനറൽ ഹിന്ദി 50 മാർക്ക് വീതം. സമയം കൊടുത്തിട്ടുള്ള മുഴുവൻ 75 മിനിറ്റാണ്. ഓരോ പാർട്ടിലും 50 മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ആവുന്നവർക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ പേപ്പർ 1 പാർട്ട് എ ട്രാൻസ്ലേഷനാണ്, ഇംഗ്ലീഷ് ടു ഹിന്ദി. പാർട്ട് ബി ഹിന്ദി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. 75 മാർക്ക് വീതം 2 മണിക്കൂറാണ് സമയം കൊടുത്തിട്ടുള്ളത്. പേപ്പർ 2 പാർട്ട് എ ഇംഗ്ലീഷ് എസ്സേ പ്രിസൈസ് ആൻഡ് ഗ്രാമറാണ്. പാർട്ട് ബിയിൽ ഹിന്ദി എസ്സേ പ്രിസൈസ് ആൻഡ് ഗ്രാമറാണ്. 50 മാർക്ക് വീതം 3 മണിക്കൂറാണ് സമയം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ 250 മാർക്കിനായിരിക്കും മെയിൻ എക്സാമിനേഷൻ. അപ്പോൾ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇമെയിൽ വഴിയാണ്. ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അപേക്ഷാ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് പൂരിപ്പിച്ച് അതിൻ്റെ സ്കാൻഡ് കോപ്പിയാണ് ഇമെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടത്. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. recruitment-lss@sansat.nic.in എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് അപേക്ഷ അയച്ചു കൊടുക്കേണ്ടത്. കൂടാതെ മറ്റ് ഡോക്യുമെൻസിൻ്റെ എല്ലാം ആവശ്യമുള്ള ഡോക്യുമെൻസിൻ്റെ എല്ലാം കോപ്പിയും ഇതിൻ്റെ കൂടെ അയക്കണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ PDF ഫോർമാറ്റിൽ തന്നെ അയച്ചു കൊടുക്കണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 27/7/2020 ആണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇമെയിൽ വഴി PDF ആയിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അപേക്ഷയുടെ മാതൃക. ഇത് പൂരിപ്പിച്ചതിന് ശേഷം സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിൽ അയച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് സർട്ടിഫിക്കറ്റുകളും ഫോട്ടോഗ്രാഫും ചേർത്ത് അയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ പേ ലെവൽ 8 ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ
അപ്പോൾ അപേക്ഷ ഇമെയിൽ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്.